ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1/12/2022 ഇന്ന് 1-ാം തീയതി. നല്ല കൺസോൾട്ടേഷനിലാണ് മാർക്കറ്റ്. അത് കഴിഞ്ഞാണ് ഒരു ഡീപ്പ് മെഡിക്കേഷന് വേണ്ടി തന്നത്. ഞാൻ ജസ്റ്റ് ചുമ്മാ 1 ഹവറിലോ 4 ഹവറിലോ എങ്ങാണ്ട് പോയി നോക്കിയായിരുന്നു. സോ അതൊരു മെഡിക്കേഷൻ ബ്ലോക്കിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. ഓർ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തൊരു OB എന്താണെന്ന് വെച്ചാൽ കാണാം. അപ്പോൾ ആ മെഡിക്കേഷൻ ബ്ലോക്കിൻ്റെ ഓപ്പണിലേക്ക് നമ്മുടെ 1 ഹവറിൽ നോക്കുവാണെങ്കിൽ അത് നേരെ താഴേക്ക് വന്ന് ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ വിത്ത് FEG തന്നിട്ടുണ്ടായിരുന്നു 1 ഹവറിൽ. ആ 1 ഹവറിലെ FEG മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് FEG കൊടുക്കാം. FEG മെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ 50 മിനിറ്റിൽ ഇത് ഫ്യൂച്ചേഴ്സാണ്, ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സാണ് ബാങ്ക് നിഫ്റ്റിയുടെ. ഓക്കെ, സോ ഞാൻ ക്യാൻഡിൽസ് കൊടുത്തിട്ടുണ്ട്. വാട്ടർമാർക്കില്ല, നോ ഗ്യാപ്പ് ക്യാൻഡിൽ. ഓക്കെ, നമ്മുടെ ഇതെല്ലാം FEGs ആണ്. നമ്മൾ ഗ്യാപ്പെല്ലാം FEGs ആയിട്ട് കാണുന്നു. സോ നമ്മളുടെ ആദ്യത്തെ ഓപ്പൺ എന്ന് പറയുന്നത് ഇതാണ്. ഇത് 9:30 ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇത് 10 o'clock, ഇത് 12, ഇത് 1 o'clock. പിന്നീട് നമ്മുടെ ക്ലോസ് 15 സംതിങ് ആയിട്ട് കൊടുത്തത്. ഓക്കെ, അപ്പം ഇത് ആദ്യത്തെ FEG. ആ FEG നല്ല ക്ലീൻ മെഡിക്കേഷൻ ആയിരുന്നു. അത് നൈസായിട്ട് നമ്മളുടെ ഒരു 5 മിനിറ്റ് FEG അവിടെ ഫോം ചെയ്തത്. ഓപ്പണിൽ ഗ്യാപ്പ് ഓപ്പൺ ആയിരുന്നു. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് അത് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ ജസ്റ്റ് ചുമ്മാ പോയി നോക്കാം. ഓക്കെ, ഇത് FEG ആണ്. ആ FEGയിൽ കറക്റ്റ് ഫില്ല് ചെയ്തു. താഴേന്ന് നല്ലപോലെ ഡീപ്പായിട്ട് മെഡിക്കേറ്റ് ചെയ്താണ് ഇറങ്ങിയത്. ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ FEG ഇവിടെ മെഡിക്കേറ്റും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇതൊരു മെഡിക്കേഷൻ ബ്ലോക്കാണ്. ആ മെഡിക്കേഷൻ ബ്ലോക്കിലാണ് രാവിലോട്ട് പ്രൈസ്. നമ്മൾ ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു മെഡിക്കേഷൻ്റെ ഓപ്പൺ ഉണ്ട്. ഇതാണ് ആ ഒരു മെഡിക്കേഷൻ ബ്ലോക്ക്. ഈ ഒരു മെഡിക്കേഷൻ ബ്ലോക്കിലായിരുന്നു രാവിലെ തൊട്ട് പ്രൈസ്. വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ഓക്കെ, സ്ട്രെയിറ്റ് ആയിട്ട് നോക്കിയാൽ കാണാം. നൈസ് റിയാക്ഷൻ. ഇതിൽ കൂടുതൽ എന്ത് റിയാക്ഷൻ വേണം? സോ മെഡിക്കേഷൻ ബ്ലോക്കിലായിരുന്നു രാവിലെ തൊട്ട് പ്രൈസ്. വേറെ എങ്ങോട്ടും പോയിട്ടില്ല. ജസ്റ്റ് നമ്മളുടെ ആ FEG മെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് മെല്ലെ സംഗതി മേളിലേക്ക് പോയി. ഇവിടെ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ആദ്യം നമ്മൾ ആ FEG മെഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് തന്നു. BMS ടു ദ ടോപ്പ് സൈഡ്. പിന്നീട് അതൊരു FEG ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. നൈസ് FEG. ആ FEGയിൽ പ്രൈസ് മെഡിക്കേറ്റ് ചെയ്തു നല്ല പോലെ. എന്നിട്ട് പിന്നെ മേളിലേക്ക് പോയി. എന്നിട്ട് ഈ FEG മെഡിക്കേറ്റ് ചെയ്തു. നമ്മളുടെ ഇവിടെ ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, FEG. ഈ 2 FEGക്കകത്തായിരുന്നു ഇന്ന് പ്രൈസ് ഫുള്ള് കളി. അതുപോലെ തന്നെ ഇവിടെ ഒരു മെഡിക്കേഷൻ ബ്ലോക്കും ഫോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും രാവിലെ തൊട്ട് കളിയായിരുന്നു. മെഡിക്കേഷൻ ബ്ലോക്ക് ഇതിനകത്തായിരുന്നു രാവിലെ തൊട്ട് പ്രൈസിൻ്റെ കളി. ഇപ്പം ഇവിടെ മെഡിക്കേറ്റ് ചെയ്ത് താഴേക്ക് ബ്രേക്ക് തന്നോന്ന് ചോദിച്ചാൽ ബ്രേക്ക് തന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഈ ഒരു OBയിൽ മെഡിക്കേറ്റ് ചെയ്തു. പിന്നീട് വീണ്ടും പ്രൈസ് ബ്രേക്ക് സ്ട്രക്ചർ വിത്ത് FEG എന്ന് പറയുവാണെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിനകത്ത് പ്രൈസ് ഫില്ലായി. വീണ്ടും മുകളിലേക്ക് പോയി. പിന്നീട് ഫുള്ള് നമ്മളുടെ എവിടാണ് ആ ഹയർ ടൈം ഫ്രെയിം മെഡിക്കേഷനിൽ ആയിരുന്നു ഫുള്ള് കളി. നമുക്കത് ഗ്യാപ്പ്. അപ്പോൾ ആ ഹയർ ടൈം ഫ്രെയിം മെഡിക്കേഷൻ ഗ്യാപ്പിലായിരുന്നു ഫുള്ള് കളി. പിന്നീട് നേരെ നമ്മുടെ ലഞ്ച് ഓപ്പൺ ആയപ്പം ബൈ സൈഡ് ലിക്വിഡിറ്റീസ് ഫുള്ള് ഗ്രാബ് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ബൈ സൈഡ് ലിക്വിഡിറ്റി. ലഞ്ച് ഓപ്പൺ 13-ന്, ലഞ്ച് ഓപ്പൺ 1 മണി. എന്നിട്ട് നേരെ താഴേക്ക് ബ്രേക്ക് സ്ട്രക്ചർ തന്നു. നേരെ പിന്നെ താഴേക്ക് പോയത് നമ്മളുടെ ആ ഒരു FEG ഹയർ ടൈം ഫ്രെയിമിൽ നമ്മൾ ആദ്യം പോയി കണ്ട FEGയിലും പിന്നെ ഒരു മെഡിക്കേഷൻ ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം വരച്ച ആ മെഡിക്കേഷൻ ബ്ലോക്കിലേക്ക് വരുന്നു പിന്നെ പ്രൈസ് വന്നത്. സോ നേരെ എന്നിട്ട് ബ്രേക്ക് സ്ട്രക്ചർ തന്നു. FEG ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട് ഒരെണ്ണം. അത് ഇതുവരെ ഫില്ലായിട്ടില്ല. FEG മേ ബി ഫില്ലാകുമായിരിക്കും. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. സോ നമുക്ക് ആ ഗ്യാപ്പ് നോക്കാം. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിലാണ് ഇപ്പോൾ പ്രൈസ്. ഇവിടെ ഒരു ഗ്യാപ്പ്.
ആ ഗ്യാപ്പിലാണ് ആദ്യം ഒരു റിയാക്ഷൻ എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് പോയിട്ട് വീണ്ടും ഈ ഒരു ലിക്വിഡിറ്റീസ് ഗ്യാപ്പ് ഗ്രാബ് ചെയ്തിട്ട് 5 o'clock താഴേക്ക് വന്നു, 15 താഴേക്ക് വന്നു. 15 എന്ന് പറയുമ്പം 1, 2, 3 മണിക്കത്തെ ആ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ്. നമ്മൾ കഴിഞ്ഞ ദിവസവും കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞുള്ളൂ, 3 മണിക്കുള്ള ഒരു മൂവിനെ കുറിച്ച്. പക്ഷെ നമ്മളത് ഓക്കെ ആണെങ്കിൽ മാത്രമേ പോയി എടുക്കാവുള്ളൂ. ഓക്കെ, പൈസ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് താഴേക്ക് ഇറങ്ങി. പക്ഷേ അവിടെ നല്ലൊരു എൻട്രി എന്ന് പറയാൻ ഭയങ്കര നൈസ് അലമ്പ് താഴേക്ക് ബ്രേക്ക് ചെയ്തു. നമുക്ക് നോ ഗ്യാപ്പ് ക്യാൻഡിൽ വെച്ച് നോക്കാം. ഇവിടെ ഗ്യാപ്പുണ്ട്, ഗ്യാപ്പുകളാണ് ഫുള്ള്, ഈ ഗ്യാപ്പുകളിലാണ് ഫുള്ള് പ്രൈസ് മെഡിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്യാപ്പ് ഓപ്പൺ ആയി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നു, താഴേക്ക് ഇറങ്ങുന്നു, വീണ്ടും ബ്രേക്ക് സ്ട്രക്ചർ വരുന്നു, ഗ്യാപ്പ്. ഇവിടെ ഒരു FEG ഉണ്ട്, ആ FEG ഫില്ല് ചെയ്യുന്നു. FEG ഫില്ല് ചെയ്യുന്നു, താഴേക്ക് പോകുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു. അപ്പം ഇപ്പം ഇവിടെ ഈ ഒരു റിയാക്ഷൻ എടുക്കാൻ കാരണം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ. നമുക്ക് ഹൈയർ ടൈം ഫ്രെയിമിൽ പോയി നോക്കാം. ഇതൊരു FEG ആണ്. ഓക്കെ, അത് മാത്രമാണോ? വെയിറ്റ്, ഫുള്ള് ഗ്യാപ്പാണ് ഈ ഫുള്ള് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പാണ് ഇവിടെ ഫില്ല് ചെയ്ത് താഴേക്ക് ഇറങ്ങിയത്. പിന്നീട് വീണ്ടും ഒരു ബൈസൈൽ ലിക്വിഡിറ്റി ഗ്രാബായിട്ട് വന്നിട്ട് ഇവിടെ ഒരു FEG ഉണ്ട്, ആ FEGയിലാണ് പിന്നീട് വന്ന് മെഡിഗേറ്റ് ചെയ്തേക്കുന്നത്. ഒരു ഈക്വൽ ഹൈ ആണ് ഇവിടെ ഫോം ചെയ്തേക്കുന്നത്. അപ്പം നമുക്കതൊരു FEG ആയിട്ട് എടുക്കാം. ഈ ബൈസൈൽ ലിക്വിഡിറ്റിയുടെ മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ടച്ച് ചെയ്തിട്ടില്ല. സോ ആ ഒരു FEG ക്ലീനായിട്ട് ഫില്ല് ചെയ്ത് വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. സോ ആ താഴേക്ക് ഇറങ്ങുന്നത് ഒരു നൈസ് ഇറക്കമാണ്. പക്ഷേ ഇവിടെ ഒരു FEG ഉണ്ട്, ഈ FEG മെഡിഗേറ്റ് ചെയ്ത് താഴേക്ക് വരുന്ന ആ ഒരു സമയം നമുക്ക് ട്രേഡുകളുണ്ടെങ്കിൽ നോക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ കാണുന്ന കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഒരു FEG ഫില്ല് ചെയ്ത് ആ ഒരു ബെയറിഷ് മൊമെൻറ്റം കണ്ടിന്യൂ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. നമ്മളിവിടെ കയറി 3 മണിക്ക് എടുത്തു കഴിഞ്ഞിട്ടുള്ളത് താഴേക്കുള്ളത്. 3 മണിക്ക് ഒരു ബൈസൈൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുന്നു, പിന്നീട് നമുക്ക് ബ്രേക്ക് സ്ട്രക്ചർ വരുന്നു. പക്ഷേ ലോ ടൈം ഫ്രെയിമിൽ ഇവിടെ വേറെ എൻട്രീസ് ഒന്നുമില്ല, ആ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. പിന്നീട് ഈ ഒരു അപ്പ് ട്രെൻഡ് തന്നേക്കുന്നതിൻ്റെ മിറ്റിഗേഷൻ പോലെ നമുക്ക് നോക്കുവാണെങ്കിലും നമുക്ക് വലിയൊരു എൻട്രി ആയിട്ടൊന്നും ഇല്ല. ഇവിടെ ഒരു ഗ്യാപ്പുണ്ട്, ആ ഗ്യാപ്പ് വരെ ഒന്നും എത്തിയിട്ടില്ല. ഭയങ്കര കൺസോൾട്ടേറ്റീവ് പ്രൈസാണ്, താഴേക്ക് വരുന്നു. ദിസ് ഈസ് ഇറ്റ്. നല്ല വൃത്തിയില്ലാത്തൊരു പ്രൈസ് ആക്ച്വലി എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷേ നൈസാണ്, എല്ലാം പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാപ്പ് ഓപ്പണും ഗ്യാപ്പ് ഫില്ലിങ്ങും ആണ് ഫുള്ള് നടന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ഇതൊരു കൺസൾട്ടേഷൻ ആയതുകൊണ്ടായിരിക്കാം, 1-ാം തീയതി. സോ ഇത്രയായിരുന്നു ഇന്ന് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ സേഫ്. അതുമാത്രമല്ല, ഞാൻ വേറെ ഒരു ബാങ്ക് നിഫ്റ്റിയാണ് വേറെ എന്തോ ഒരെണ്ണത്തിനകത്ത് ഞാൻ ഇത് ലോവർ ലോ ആണ്, ഇവിടെ ഹയർ ഹൈ ആണ്, നമ്മുടെ SMT വർക്കാവുന്നത്, അതും കാണാൻ കഴിഞ്ഞായിരുന്നു. അപ്പം കോറിലേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് കൺഫർമേഷൻ എടുക്കാം ഇവിടെ നിന്ന് താഴേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു കൺഫർമേഷൻ എൻട്രിയും ഇല്ല, അതാണ് ഇവിടുത്തെ മെയിൻ കോമഡി. അപ്പോൾ സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ സേഫ്. നമ്മളിത് കണ്ടിന്യൂ ചെയ്യും, നോക്കാം നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് നോക്കാം. അപ്പം സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ, സ്റ്റേ സേഫ്. Sipping on Vex for the next say something. Never tell her back that I never stay running. Sipping on Vex, damn, know I got stacks in the lab taking pictures.